വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 119ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനുവരി മാസം 9-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. WME സഭകളുടെ 77ാമത് ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ ആഴ്ചയിൽ കരിയംപ്ലാവിൽ ആരംഭിച്ചു. സഭയുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ഡോക്ടർ OM രാജുക്കുട്ടി കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജെയിംസ് വി ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. ദൈവജനത്തെ പിന്തുടർന്ന് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പാസ്റ്റർ OM രാജുക്കുട്ടി തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടി. ദൈവജനത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, അവരെ കരുതുവാൻ ദൈവത്തിൻ്റെ സ്വാധീനത എപ്പോഴും ഉണ്ടാകുമെന്നും എന്നാൽ അവരെ പിന്തുടർന്ന് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കണമെന്നുമാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഉദ്ഘോഷിച്ചത്. ഈ സമ്മേളനത്തിൽ വെച്ച് മഹാകവി KV സൈമൺ സാറിൻ്റെ സംഗീത രത്ന പുരസ്കാരവും പാസ്റ്റർ OM രാജുക്കുട്ടിക്ക് നൽകിയുണ്ടായി. മികച്ച ജനകീയ ഗാനമായ പാരിൽ പാർക്കും അൽപായുസിൽ എന്നാരംഭിക്കുന്ന ഗാനം എഴുതിയത് പാസ്റ്റർ OM രാജുക്കുട്ടിയാണ്. ഇതിനോടകം ലക്ഷക്കണക്കിന് ജനങ്ങൾ അത് പാടി ആശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണ്. ആ ഗാനത്തിൻ്റെ രചയിതാവിന് KV സൈമൺ സംഗീത രത്ന പുരസ്കാരം കരിയംപ്ലാവ് കൺവെൻഷൻ്റെ ഉദ്ഘാടന ദിവസം പ്രശസ്ത ഗായകൻ ബിനോയ് ചാക്കോ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഈ സമ്മേളനത്തിൽ സ്ഥലം MLA ശ്രീ പ്രമോദ് നാരായണൻ, മുൻ MLA ശ്രീ രാജു എബ്രഹാം, സങ്കീർത്തനം വാരികയുടെ ചീഫ് എഡിറ്റർ ബിജോയ്സ് കെറിയ ഉൾപ്പെടെ നിരവധി പേർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയുണ്ടായി. പാരിൽ പാർക്കും അൽപായുസിൽ ഭാരങ്ങൾ അധികം വേണ്ടിനി എന്ന വരികളോടുകൂടിയാണ് ആ ഗാനം തുടങ്ങുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു അൽപായുസ് മാത്രമാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്നും അതൊരു പക്ഷേ 70 വർഷമായിരിക്കാം, അല്ലെങ്കിൽ 80 ആയിരിക്കാം, കൂടി വന്നാൽ 90 വയസ്സ് വരെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഭാരമേറിയ ജീവിത യാത്രയിൽ പാരിൽ പാർക്കുന്ന ഈ അല്പ ആയുസ്സിൽ ഭാരങ്ങൾ അധികമൊന്നും കൂടാതെ ആയാസരഹിതമായി നടക്കുവാൻ നമുക്ക് കൃപ തരട്ടെ എന്ന് പറയുന്ന ഗാനമാണ് ആ ഗാനത്തിൻ്റെ വരികൾ. കാരുണ്യനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഭാരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ യാത്ര സുഗമമാക്കുവാൻ ആ വരികൾ നമ്മുടെ ഉദ്ഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ആ പാട്ടിൻ്റെ അടുത്ത പാദം ഇങ്ങനെ പറയുന്നു: ഞാൻ എൻ്റെ പാദങ്ങൾ വെച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേൽ, എനിക്കായി പിളർന്ന പാറമേൽ. അത് വളരെ പ്രത്യാശ നിർഭരമായ വരികളാണ്, ആശ്വാസം നൽകുന്ന വരികളാണ്. ഈ സമയങ്ങൾ മിക്കവരും മരണ സമയങ്ങളിലൊക്കെ ഈ പാട്ട് പാടി ആശ്വാസം കണ്ടെത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഗാനരചയിതാവിനെ ഞങ്ങൾ വീണ്ടും അനുമോദിക്കുന്നു. ഈ ഗാനത്തിൽ പറയുന്ന പോലെ പാരിൽ, ഈ ലോകത്ത് നമ്മൾ താമസിക്കുന്ന ഈ അല്പമായുസിൽ ഭാരങ്ങളും പ്രയാസങ്ങളും നേടി ദുഃഖങ്ങളോടും ബുദ്ധിമുട്ടുകളോടും കൂടി ജീവിക്കുന്നത് മാറ്റിവെച്ചിട്ട്, ഭാരങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ സബദത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച്, നമ്മുടെ ഭാരങ്ങളെല്ലാം യേശുമേൽ സമർപ്പിച്ച് ആയാസരഹിതമായൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഈ സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾ ആശംസിക്കുകയാണ്. നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവ വേട്ട. കഴിഞ്ഞ ദിവസം 40 പേരാണ് നൈജീരിയയിൽ നടന്ന ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ചുള്ള വേട്ടയിൽ കൊല്ലപ്പെട്ടത്. വടക്കൻ നൈജീരിയയിൽ കത്തോലിക്ക പള്ളി കേന്ദ്രമാക്കി നടത്തിയ വേട്ടയാടലിലാണ് 40-ലധികം പേർ കൊല്ലപ്പെട്ടത്. നൈജീരിയയുടെ പ്രസിഡന്റ് ഈ കലാപത്തെ അപലപിക്കുകയുണ്ടായി. സുരക്ഷാ സംവിധാനം കുറവുള്ള നൈജീരിയയുടെ ഉൾപ്രദേശങ്ങളിലാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെയുള്ള വളരെ അതിഭീകരമായിരിക്കുന്ന ആക്രമണങ്ങൾ നടന്നു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നൈജീരിയയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് സുരക്ഷിത സംവിധാനങ്ങൾ കുറവുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിൽ ക്രൈസ്തവരെ തിരഞ്ഞുപിടിച്ച്, പ്രത്യേകിച്ച് കുട്ടികളെ തിരഞ്ഞുപിടിച്ച് കത്തോലിക്ക പള്ളികളൊക്കെ കേന്ദ്രമാക്കി, അതുപോലെ പ്രൊട്ടസ്റ്റൻ്റ് പള്ളികളും കേന്ദ്രമാക്കി അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ദാരുണമായിരിക്കുന്ന സംഭവങ്ങൾ നൈജീരിയയിൽ ആവർത്തിക്കുന്നത് വളരെ ഖേദപൂർവ്വം മാത്രമേ നമുക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കുള്ളൂ. അവിടെ ദൈവിക സമാധാനങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഇതുപോലുള്ള അക്രമങ്ങളിൽ നിന്ന് ജനങ്ങൾ പിന്മാറട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നൈജീരിയയിൽ ക്രൈസ്തവർക്ക് പീഡനം സംഭവിക്കുമ്പോൾ ഇന്ത്യയിലും കഴിഞ്ഞ വർഷം
ക്രൈസ്തവരുടെ ദുരിതകാലമായിരുന്നുവെന്ന് ചിക്കാഗോയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സംഗമം പത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ പത്രാധിപർ രേഖപ്പെടുത്തി. 2014 മുതൽ മോദി അധികാരം ഏറ്റ ശേഷം ന്യൂനപക്ഷ പീഡനം ഇന്ത്യയിൽ വർദ്ധിക്കുന്നതായി കണക്കുകൾ നിരത്തി എഡിറ്റോറിയൽ രേഖപ്പെടുത്തുന്നു. 14% മുസ്ലിം സമുദായം ഇന്ത്യയിൽ വ്യാപകമായിരിക്കുന്ന അക്രമത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. 2.3% മാത്രമുള്ള ക്രിസ്ത്യാനികൾക്കും വ്യാപകമായിരിക്കുന്ന അക്രമങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. 2025 ക്രിസ്തുമസ് സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പരക്കെ അക്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മതസ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനം തടയുന്നതിൽ ഇന്ത്യ പരാജയപ്പെടുന്നുവെന്ന് കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന പേരിൽ ഈ ഇന്ത്യയെ ഉൾപ്പെടുത്തണമെന്നും അമേരിക്കയുടെ ചില നിയമസഭാംഗങ്ങൾ പറയുകയുണ്ടായി. ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക്, ന്യൂനപക്ഷ പീഡനങ്ങൾക്ക് അറുതി വരട്ടെ എന്ന് ഈ സമയത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ജൂലൈ ആദ്യ ആഴ്ചയിൽ ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന PCNAC പെൻറ്റക്കോസ്റ്റൽ കോൺഫറൻസ് ഓഫ് നോർത്ത് അമേരിക്കൻ കേരളൈസിൻ്റെ 40ാമത് കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥന നാളെ ഷിക്കാഗോയിൽ ആരംഭിക്കുന്നു. നാളെ ജനുവരി 10 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഗിൽഗാൽ പെൻറ്റക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് 40 ദിന ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സമ്മേളനം നടക്കും. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സാം തോമസ് നേതൃത്വം നൽകും. പാസ്റ്റർ സേവ്യർ ജെയിംസ് മുഖ്യ സന്ദേശം നൽകും. നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ, നാഷണൽ സെക്രട്ടറി സാം മാത്യു, നാഷണൽ ട്രഷറർ പ്രസാദ് ജോർജ് എന്നിവർ ഉൾപ്പെടെയുള്ള നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ നിരവധി പാസ്റ്റർമാരും വിശ്വാസികളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥനയ്ക്ക് അണിചേരും. ഫെബ്രുവരി 18 40 ദിവസത്തെ പ്രാർത്ഥന അവസാനിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നിരവധി പേരാണ് അമേരിക്കയുടെ വിവിധ സിറ്റികളിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്ക വെളിയിൽ നിന്നും സൈനപ്പ് ചെയ്ത് ഇതിൽ അണിചേരുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. PCNAC വോയിസ് ഈ സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്യും. ഇതുവരെയുള്ള PCNAC പ്രവർത്തന പുരോഗതിയെക്കുറിച്ചുള്ള വിവിധ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടുള്ള പ്രത്യേക ന്യൂസ് ബുള്ളറ്റിൻ ഈ സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നതാണ്. ലോക്കൽ പ്രയർ കോർഡിനേറ്റർമാരായ പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ്, പാസ്റ്റർ ബാബു മാത്യു കുമ്പഴ, ബ്രദർ ചാക്കോ തോമസ് എന്നിവരും ഈ പ്രത്യേക 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. PCNAC അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സഹോദരിമാരുടെ പ്രാർത്ഥന കഴിഞ്ഞ ദിവസം നടന്നു. ജനുവരി 7 ബുധനാഴ്ച വൈകിട്ട് നടന്നു. അടുത്ത ചൊവ്വാഴ്ച ജനുവരി 13 ചൊവ്വാഴ്ച വൈകിട്ട് ഷിക്കാഗോ സമയം 7 മണിക്ക് PCNAC അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ PV മാമൻ അധ്യക്ഷനാകും. പാസ്റ്റർ ജോൺ ഡി കുര്യൻ മുഖ്യ സന്ദേശം നൽകുന്നതാണ്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ 50ാമത് വാർഷിക കൺവെൻഷൻ കഴിഞ്ഞ ദിവസം ചിങ്ങവനത്ത് ആരംഭിച്ചു. ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ R. എബ്രഹാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദൈവം മാറ്റമില്ലാത്തവനാണെന്നും ക്രിസ്തുവിനും സുവിശേഷത്തിനും മാറ്റമില്ലാത്തതുകൊണ്ട് വിശ്വാസികൾ വിശ്വാസത്തോടെ മാറ്റമില്ലാത്ത ദൈവത്തിനെ പിന്തുടരണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പാസ്റ്റർ R. എബ്രഹാം ആഹ്വാനം ചെയ്തു. ഞായറാഴ്ച നടക്കുന്ന സംയുക്ത ആരാധനയോടെ 50ാമത് കൺവെൻഷൻ സമാപിക്കും. ചർച്ച് ഓഫ് ഗോഡിൻ്റെ കേരള റീജിയൻ 103ാമത് കൺവെൻഷൻ നാട്ടകത്ത് ആരംഭിച്ചു. ദൈവസ്നേഹത്തിൻ്റെ പ്രതിപുരുഷനായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനവും രക്ഷയും ഉണ്ടാകുമെന്ന് സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് പാസ്റ്റർ ജോമോ ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷ സ്വീകരിച്ചുകൊണ്ട് പാപ വിമോചനം നേടിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നടക്കുവാൻ അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. കോട്ടയം IPC ഡിസ്ട്രിക്ട് കൺവെൻഷൻ ജനുവരി 7 ബുധനാഴ്ച ആരംഭിച്ചു. പാസ്റ്റർ ഫിലിപ്പ് കുരുവിള ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ പാസ്റ്റർ ജോയ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. കോട്ടയം IPCയുടെ നോർത്തും സൗത്തും ചേർന്ന് സംയുക്തമായി തിരുനക്കര മൈതാനത്താണ് ഈ സമ്മേളനം നടത്തുന്നത്. പാസ്റ്റർ PC ചെറിയാൻ, പാസ്റ്റർ ജോയി പുരക്കൽ തുടങ്ങി നിരവധി ദൈവദാസന്മാർ ഈ ദിവസങ്ങളിൽ കോട്ടയം തിരുനക്കര മൈതാനത്ത് നടക്കുന്ന കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു. ഇടുക്കിയിലെമ്പാടും പനി പടരുന്നതായി CDC റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 30 വർഷത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഈ വർഷം അനുഭവപ്പെടുന്നതെന്ന് CDCയുടെ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയിലുള്ള 45 സംസ്ഥാനങ്ങളിലും ഫ്ലൂ വൻതോതിൽ
ജനങ്ങളിലേക്ക് പകരപ്പെടുന്നതായി CDC റിപ്പോർട്ടിൽ പറയുന്നു. ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ അതിവേഗം പകരുന്നതായിട്ടുള്ള റിപ്പോർട്ടിൽ കടുത്ത പനി, തൊണ്ടവേദന, വിറയൽ, ശരീരവേദന, കടുത്ത ക്ഷീണം എന്നിവയ്ക്കാണ് ഈ ഫ്ലൂവിൻ്റെ ലക്ഷണമായിട്ട് കരുതുന്നത്. കഴിവതും ജനങ്ങൾ സുരക്ഷിതത്വം പാലിക്കണമെന്നും മാസ്ക് ഇട്ട് ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലണമെന്നും സാമൂഹിക പ്രവർത്തകർ ഉത്സാഹിപ്പിക്കുന്നു. അമേരിക്കയിലെ കഴിഞ്ഞ 30 വർഷത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ വരുന്ന ഫ്ലൂ എത്രയും പെട്ടെന്ന് ശമിക്കപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. IPC ഗ്ലോബൽ മീഡിയ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രത്യേക സമ്മേളനം ജനുവരി മാസം 15-ാം തീയതി 2 മണി മുതൽ 5 മണി വരെ കുമ്പനാട് ചർച്ചക്കോട് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. IPC ഗ്ലോബൽ മീറ്റ് ആൻഡ് അവാർഡ് വിതരണ സമ്മേളനമാണ്. കഴിഞ്ഞ 2025 അവാർഡിന് അർഹനായ സ്വർഗീയധ്വനിയുടെ ചീഫ് എഡിറ്റർ ശ്രീ ബ്രദർ ഫിന്നി P. മാത്യു അവാർഡ് ഈ സമ്മേളനത്തിൽ വെച്ച് ഏറ്റുവാങ്ങും. ഈ സമ്മേളനത്തിൽ ബ്രദർ CV മാത്യു അധ്യക്ഷത വഹിക്കും. പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പ് P. തോമസ്, ജോസഫ് C. മാത്യു, ഡോക്ടർ KC ജോൺ, പാസ്റ്റർ റോയ് വാകത്താനം എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. IPC ഗ്ലോബൽ മീഡിയ അസോസിയേഷൻ്റെ പ്രവർത്തകരാണ് ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത്. സാമൂഹിക തിന്മകൾ വർദ്ധിച്ചു വരുന്ന ഇരുളിൻ്റെ ഇടങ്ങളിൽ ദൈവജനം നീതിയുടെ മക്കളായി മാറണമെന്ന് IPC കൊട്ടാരക്കര മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് പ്രസ്താവിച്ചു. 65ാമത് മേഖലാ കൺവെൻഷനാണ് കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ വെച്ച് നടക്കുന്നത്. ജീവിത വിശുദ്ധി കൊണ്ട് ലോകത്തിന് സുഗന്ധമായി മാറുവാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് IPCയുടെ ഏറ്റവും മുതിർന്ന സീനിയർ ശുശ്രൂഷകനായ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് പ്രസ്താവിച്ചു. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച ഒരു യാചകന്റെ ഭാണ്ഡത്തിൽ നിന്ന് 4.5 ലക്ഷം രൂപ ലഭിച്ചതായി പോലീസ് വെളിപ്പെടുത്തി. ആലപ്പുഴ ചാരുമൂട് ഭാഗത്ത് ചുറ്റിത്തിരിഞ്ഞ് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരു യാചകനെ വാഹനാപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ആരും കാണാതെ ആശുപത്രിയിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി. എന്നാൽ പിറ്റേ ദിവസം ഒരു കടത്തിണ്ണയിൽ അദ്ദേഹം മരിച്ച നിലയിൽ അദ്ദേഹത്തെ കാണപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തോടെ ബന്ധിപ്പിച്ചിരുന്ന ആ ഭാണ്ഡത്തിൽ നിന്നാണ് 4.5 ലക്ഷം രൂപ കണ്ടെത്തിയത്. കഴിഞ്ഞ ആഴ്ചയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് നടന്ന ഒരു സംഭവമാണല്ലോ. വെനിസ്വേലയുടെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമേരിക്കയുടെ സൈനികർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ വീക്കെൻഡിൽ ന്യൂയോർക്കിൽ എത്തിക്കുകയുണ്ടായി. അറസ്റ്റിൽ മഡുറോയ്ക്കും ഭാര്യയ്ക്കും പരിക്കേറ്റതായി വെനിസ്വേലയുടെ പ്രതിനിധികൾ വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക നടപടി മൂലം 100-ലധികം പേർ കൊല്ലപ്പെട്ടതായും അവർ ആരോപിച്ചു. ശനിയാഴ്ചയാണ് മഡുറോയെയും ഭാര്യ സിലിയയെയും അറസ്റ്റ് ചെയ്ത് ന്യൂയോർക്കിൽ എത്തിച്ചത്. മയക്കുമരുന്ന് കള്ളക്കടത്ത് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ്, കുറ്റകൃത്യങ്ങളാണ് അവർ മേൽ ചുമത്തിയിരിക്കുന്നത്. പൊതുവെ സമ്പന്നമാകേണ്ട വെനിസ്വേല എന്ന രാജ്യം വളരെ എണ്ണ ഉൽപ്പാദനത്തിലും വിതരണത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ദരിദ്രരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് US നടപടി അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. രാജ്യത്തെ മയക്കുമരുന്നിനും മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ വളർച്ച മുരടിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് എതിരായി വെനിസ്വേല ജനങ്ങളും ലോകമെമ്പാടുമുള്ള ജനങ്ങളും അറിയിക്കുന്നത്. എന്നാൽ ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളും അമേരിക്കയുടെ ഈ കടന്നുകയറ്റത്തെ അപലപിച്ചിട്ടുണ്ട്. ഒരു മരണ വാർത്ത ഞങ്ങൾ ഖേദപൂർവ്വം റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ലഹോമ IPC എബ്രോൺ സഭയുടെ ആദ്യകാല വിശ്വാസിയായിരുന്ന ചാക്കോ ഫിലിപ്പ് 92 വയസ്സ് കുറിയന്നൂർ ഒറേത്ത് കുടുംബാംഗമാണ്. കഴിഞ്ഞ ദിവസം നിത്യത്തിൽ പ്രവേശിച്ചു. നാളെ ജനുവരി മാസം 10-ാം തീയതി ഒക്ലഹോമയിൽ വെച്ച് ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കും. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ ആ പാട്ടിലെ വരികളെ പോലെ ഈ പാരിൽ പാർക്കുന്ന അല്പായുസിൽ ഈ ചെറിയ നാളുകളിൽ ദുഃഖമില്ലാതെ ഭാരമില്ലാതെ ജീവിതം അനായാസത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലെ റൗണ്ട് ഓഫ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.